ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 5 രൂപൻ്റെ കോഫി പൗഡറും പാലും കൊണ്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല നല്ല പഞ്ഞി പോലത്തെ കോഫി കേക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കുക. ബീറ്ററോ ഓവനോ ഒന്നും വേണ്ട, മിക്സിയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഫി മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ നല്ല ചൂടുണ്ടായിരിക്കണം. ഇതിലേക്ക് ബ്രൂവിൻ്റെ 5 രൂപൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിനെ എടുക്കണം. ഏത് ബ്രാൻഡായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഇത് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉണ്ടാകും. ഇത് ഫുള്ളായിട്ട് ഒരു പാലിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പാലിന് ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കോഫി പൗഡർ മിക്സ് ആയിട്ട് വരും. ഇതിവിടെ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. മിക്സിയിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ അത്യാവശ്യം വലിയ മുട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിന് നല്ല ഹൈറ്റ് ഉണ്ടാകും. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉള്ളത്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലും കോഫി പൗഡറും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തെടുക്കുമ്പോൾ ഇതിന് ചൂടുണ്ടായിരിക്കരുത് കേട്ടോ. ചൂട് ആറിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഈ കൂടെ തന്നെ തന്നൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ട് 5 രൂപൻ്റെ ബൂസ്റ്റിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും ഈ ഒരു കേക്കിന്. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാകും. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ അടിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവണ വരെ തന്നെ അടിച്ചിട്ടെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ആദ്യം 250 ml കപ്പിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പിൽ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മൈദയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഈ ഒരു മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ തന്നെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിപ്പ മാറ്റിയെടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ മിക്സാക്കി എടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല പോലെ മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മാത്രമേ കേക്കിന് നല്ല ഹൈറ്റ് കിട്ടുള്ളൂ. ഈ ഒരു രീതിയിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനായിട്ട് ഇതുപോലത്തെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടെ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുത്തിട്ട് പുറത്തേക്ക് കളഞ്ഞെടുത്താലും മതിയാകും. ഇനി ഒരു ബാറ്റർ മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഹോൾസൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ നല്ല പോലെ ഒരു 10 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു റിങ്ങും കൂടെ വെച്ചുകൊടുക്കാം. ഇതുപോലത്തെ റിങ് വെച്ചുകൊടുക്കാം. എന്നിട്ട് വേണം കേക്ക് ടിന്നെ ഇറക്കി വെക്കാനായിട്ട്.
ഇനി ഇതുപോലത്തെ കേക്കിൻ്റെ ടിന്നില്ല എന്നുണ്ടെങ്കിൽ കുക്കറിൽ നേരിട്ട് ഒഴിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ താഴെ എന്തെങ്കിലും ഒരു പഴയ ദോശക്കല്ലോ എന്തെങ്കിലും വെച്ചെടുത്തിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുക്കർ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ കുറച്ചും കൂടെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലത്തെ കേക്കിൻ്റെ ടിന്നിലാക്കി ഇറക്കി വെച്ചിട്ടുള്ളത്. കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും. കുക്കറിൽ വെക്കുമ്പോൾ കുറച്ച് പരന്നിട്ടാകും ഉണ്ടാകുക. ഇനി കുക്കർ അടച്ച് വെക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോൾ ബേക്കായിട്ട് വരും. ഇപ്പോൾ കറക്റ്റ് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കുക. നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഓരോരുത്തരെടുക്കുന്ന കുക്കറിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ഇനി ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കുക. ഇതിൽ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല, നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇതിവിടെ നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടാപ്പ് വാട്ടർ ഉണ്ടല്ലോ അതിൻ്റെ താഴെ കാണിച്ചാൽ മതിയാകും. ഇതിൻ്റെ ബാക്ക് സൈഡ് ഉള്ളിലേക്ക് വെള്ളം ആവാതെ വേണം കേട്ടോ ആക്കി കൊടുക്കാനായിട്ട്. പെട്ടെന്ന് ഇതിൻ്റെ ചൂട് മാറിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് സൈഡ് ഒന്ന് വിടിച്ചെടുക്കുക. ഇതിന് നല്ല പോലെ തട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് ഒന്ന് കയ്യിലേക്ക് ഇതുപോലെ കമഴ്ത്തി കൊടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ടിട്ട് വരും. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറും കൂടെ അങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കളറോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ കേക്കാണ്. പിന്നെ ഈ ഒരു കേക്ക് 3 ദിവസം വരെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കേടുവരൊന്നുമില്ല. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ കേക്കാണ്. നല്ല സോഫ്റ്റാണിത്. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുക. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. അതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ക്രീമും കൂടെ തേച്ച് കൊടുത്തിട്ട് ക്രീം കേക്കായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കഴിക്കാനും അടിപൊളിയാണ്. നല്ല സോഫ്റ്റാണ്. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി കേക്കാണ്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ ഈ അടിപൊളി കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്